ഗസയിലെ വിലാപങ്ങൾ അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ലോകത്ത് ഒരു യുദ്ധചരിത്രത്തിലും കാണാത്ത തരത്തിൽ കുട്ടികളെ ഇത്രത്തോളം കൊന്നൊടുക്കിയ, അവരുടെ ജീവിതം ദുസ്സഹമാക്കിയ മറ്റൊരു യുദ്ധവും ഉണ്ടായിട്ടില്ല. അല്പം പോലും മനുഷ്യത്വമില്ലാതെ കുട്ടികളെ കൊന്നൊടുക്കിയ ലോകരാജ്യമെന്ന എക്കാലത്തെയും കളങ്കിതമായ പേര് ഇസ്രായേലിന് മാത്രം സ്വന്തമായിരിക്കും. ഇസ്രായേൽ എന്ന പേര് ഇനി എവിടെ എഴുതുമ്പോഴും അതിൽ നൂറുകണക്കിന് കുട്ടികളുടെ രക്തം പുരണ്ട മഷിയാൽ മാത്രമേ സാധ്യമാകൂ. അത്രത്തോളമാണ് കുട്ടികളെ അവർ വേട്ടയാടിയത്. ഇപ്പോഴും വേട്ട തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാതാവിൻ്റെ പാലിൻ്റെ മാധുര്യം നാവിലൂറി ചിരിച്ച് ആകാശം കണ്ട് കിടക്കേണ്ട കുട്ടികൾ, പിച്ചവെക്കലിൻ്റെ ആനന്ദവും അഭിമാനവും പേരേണ്ട കുട്ടികൾ, നാവിൽ അക്ഷരങ്ങളായി പൊഴിഞ്ഞ ശബ്ദങ്ങളെ വാക്കുകളാക്കി ഉയർത്തേണ്ട കുട്ടികൾ, മിഠായി തിന്നും സൈക്കിൾ ചവിട്ടാൻ പഠിച്ചും ബാല്യമറിയേണ്ട കുട്ടികൾ, ബാഗുകളിൽ പുസ്തകവും പെൻസിലും വെച്ച് സ്കൂളിൻ്റെ പടി ചവിട്ടേണ്ട കുട്ടികൾ, കൂട്ടുകാരുമൊത്ത് കളിച്ചു നടക്കേണ്ട കുട്ടികൾ. ഗസയിൽ പക്ഷേ ഈ കുട്ടികൾ ഭയന്ന കണ്ണുകൾ മാത്രമുള്ള കുട്ടികളാണ്. നിശ്ചലമായ ചിന്നിച്ചിതറിയ ശരീരമുള്ള കുട്ടികളാണ്. രക്തം വാർന്നൊലിക്കുന്ന കുട്ടികളാണ്. കൈക്കാലുകൾ നഷ്ടമായ പരുക്കേറ്റ കുട്ടികളാണ്. ഭക്ഷണത്തിനായി കരയുന്ന കുട്ടികളാണ്. കാണുന്നവൻ്റെ ഉള്ളം പിടക്കാതെ ആ കുട്ടികളെ നോക്കാൻ നമുക്കാവില്ല. പക്ഷേ ഇസ്രായേൽ എന്ന രാജ്യത്തിനും അവിടുത്തെ സൈനികർക്കും അവരെ ആക്രമിച്ചും കൊന്നും മതിയായിട്ടില്ല. 2025 പിറന്ന് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ഇസ്രായേൽ പലസ്തീനിലെ മരണസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ ഇസ്രായേൽ അധിനിവേശ സേന ഗസയിൽ 70 കുഞ്ഞുങ്ങളെയാണ് കൊലപ്പെടുത്തിയത്. ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെയാണ് കുഞ്ഞുങ്ങളുടെ കൂട്ടക്കൊല നടക്കുന്നത്. കൊല്ലപ്പെട്ട കുട്ടികളുടെ പ്രായവിവരങ്ങൾ സിവിൽ ഡിഫൻസ് സർവീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിന് പുറമെ പട്ടിണിയും തണുപ്പും രൂക്ഷമാണ്. ഇതും കുട്ടികളെ മരണത്തിലേക്ക് നയിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് തണുപ്പിനെ പ്രതിരോധിക്കാൻ ഒരു പുതപ്പ് നൽകാൻ പോലും അവിടുത്തെ മനുഷ്യർക്ക് കഴിയുന്നില്ല. അത്രമേൽ ദുരിതമാണ് അവിടുത്തെ ജീവിതം. സമ്പത്തും സമ്പാദ്യവും വീടുമെല്ലാം ഉപേക്ഷിച്ച് ജീവനം കൊണ്ട് പലായനം ചെയ്യപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ അവരുടെ ഉടുതുണി മാത്രമാണുള്ളത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് അവർ എങ്ങനെ പുതപ്പ് നൽകും? ഗസയിൽ കുഞ്ഞുങ്ങളുടെ മരണം വർദ്ധിച്ചതായി യുണിസെഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റസൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഈ യുദ്ധം കുട്ടികൾക്കെതിരായ യുദ്ധമാണ്. ഇത് അവരുടെ ബാല്യത്തിനും ഭാവിക്കും മേലുള്ള യുദ്ധമാണ്. ഫലസ്തീനു വേണ്ടിയുള്ള UN സമിതിയുടെ കമ്മീഷണർ ജനറൽ ഫിലിപ്പ് ലസാനി മുമ്പ് പറഞ്ഞ വാക്കുകളാണിത്. 2023 ഒക്ടോബർ 7 മുതൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ 46,565 പലസ്തീനികൾ ഇതുവരെ കൊല്ലപ്പെടുകയും 1,96,060 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഗസയിലെ യുദ്ധക്കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിൻ്റെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി 2024 നവംബറിൽ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. യുദ്ധത്തിൻ്റെ പേരിൽ ഇസ്രായേൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വംശഹത്യാ കേസ് നേരിടുകയാണ്. ഇതൊക്കെയാണെങ്കിലും ഇസ്രായേലിൻ്റെ ചെയ്തികളെ തടഞ്ഞു നിർത്താനോ പിന്തിരിപ്പിക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനാൽ അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തി അവർ അക്രമം തുടരുകയാണ്. waytonikah.com, the exclusive Muslim matrimonial site.